ജീവിതത്തിലെ പല സ്വപ്നങ്ങളും നിറവേറ്റാനുള്ള പെടാപ്പാടിൽ പല ആഗ്രഹങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഓരോ മലയാളിയും പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത്. വീടെന്ന വലിയ സ്വപ്നം പൂർത്തിയാക്കാതെയാണ് പാമ്പാടി സ്വദേശിയായ സ്റ്റെഫിൻ യാത്രയായത്. വർഷങ്ങളോളം വാടക വീട്ടിൽ കഴിഞ്ഞ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച വീടിന്റെ പണി അവസാന ഘട്ടത്തിലായിരുന്നു. അടുത്ത മാസം ഗൃഹപ്രവേശത്തിനും വിവാഹത്തിനുമായി നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് മരണം സ്റ്റെഫിനെ തേടിയെത്തിയത്. പ്രവാസ ജീവിതത്തിലേക്ക് വിമാനം കയറുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വിങ്ങലായി ഉണ്ടായിരുന്നത് വീടെന്ന സ്വപ്നമായിരുന്നു. ജോലിയിൽ കാലുറപ്പിച്ചപ്പോൾ തന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയ ആ സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വിയോഗമുണ്ടാകുന്നത്. വീട് പണി ഇപ്പം അവനെ ഓഗസ്റ്റ് വരാനായിട്ടിരിക്കുന്നു. ഓഗസ്റ്റ് കയറി താമസം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പോരാനായിട്ട് അവരെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോരാനായിട്ടിരിക്കുകയാണ്. വീട് പണി ഇപ്പോൾ അതിൻ്റെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക അവസാന ഘട്ടത്തിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണാലോചന ഉണ്ടാകുന്ന ഒരു നല്ല കേസ് വന്നാൽ നടത്തണമെന്നുള്ള രീതിയിൽ പിന്നെ കയറി താമസം. എൻ്റെ കൂടെ ആയിട്ട് ഇപ്പം 13 വർഷമായി. നല്ല പിള്ളേരായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇനി പഠിക്കാനാണെങ്കിലും ഭയങ്കര ബ്രൈറ്റായിരുന്നു. അവരുടെ മറ്റേ സോഷ്യൽ ആക്ടിവിറ്റിയിലൊക്കെ ഭയങ്കര ബ്രൈറ്റായിരുന്നു. പാമ്പാടിയിലെ വാടക വീട്ടിൽ മാതാപിതാക്കൾ മകന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അടുത്ത മാസം മകൻ എത്തുമ്പോൾ പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാമെന്നാണ് കരുതിയിരുന്നത്. 25 വർഷം മുൻപ് ഐമനത്ത് നിന്നും പാമ്പാടിയിലെത്തിയ അച്ഛൻ സാബുവും അമ്മ ഷർലിയും വാടക വീടുകളിലാണ് താമസിച്ചിരുന്നത്. ലഭിക്കുന്ന വരുമാനം കൊണ്ട് 3 ആൺമക്കളെയും പഠിപ്പിച്ചു. സ്റ്റെഫിന്റെ പാത പിന്തുടർന്ന് 2 സഹോദരന്മാരും വിദേശത്ത് ജോലി നേടി. പുതിയ വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് ഒരു ദിവസം ജീവിക്കണം. മൂത്ത മകൻ സ്റ്റെഫിന്റെ വിവാഹം, അതെല്ലാമാണ് വിധി തട്ടിയെടുത്തത്. ഈ വീട്ടിലേക്ക് സ്റ്റെഫിൻ ഇനി എത്തില്ല. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ അവന്റെ ഓർമ്മകൾ എന്നും മായാതെ നിൽക്കും. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോബി ജോൺസൺ, 24.